യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം 15 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്റെ ഗ്രന്ഥം അധ്യായം 15 എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത്? ഉത്തരം: ഒരു ശീർഷകവും 20 വാക്യങ്ങളും. ന്യായാധിപൻ അധ്യായം 15 ശീർഷകം ഏതാണ്? ഉത്തരം: ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ന്യായാധിപന്മാർ 15:1. കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല. ന്യായാധിപന്മാർ 15:1. എപ്പോഴാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഉത്തരം: കുറെ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. കുറെ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ എങ്ങനെയാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഉത്തരം: ഒരു ആട്ടിൻകുട്ടിയുമായി. ആരാണ് സാംസനെ അവൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നത്? ഉത്തരം: പിതാവ്. ഭാര്യയുടെ പിതാവാണ് അനുവദിക്കാതിരുന്നത്. ന്യായാധിപന്മാർ 15:2. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ സ്വീകരിച്ചാലും. ന്യായാധിപന്മാർ 15:2. ന്യായാധിപന്മാർ 15:2 അനുസരിച്ച് സാംസന്റെ ഭാര്യയെ അവളുടെ പിതാവ് ആർക്കാണ് കൊടുത്തത്? ഉത്തരം: സാംസന്റെ കൂട്ടുകാരന്. എന്തുകൊണ്ടാണ് സാംസന്റെ ഭാര്യയെ അവളുടെ പിതാവ് അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത്? ഉത്തരം: സാംസൺ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച്. സാംസൺ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച്. ആരെ സ്വീകരിക്കുവാനാണ് സാംസന്റെ ഭാര്യാപിതാവ് അവനോട് പറഞ്ഞത്? ഉത്തരം: അവളുടെ ഇളയ സഹോദരിയെ. ന്യായാധിപന്മാർ 15:3. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റമായിരിക്കയില്ല. ന്യായാധിപന്മാർ 15:3. ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റമായിരിക്കയില്ല. ഇപ്രകാരം ആരോടാണ് പറഞ്ഞത്? ഉത്തരം: സാംസൺ തൻ്റെ ഭാര്യാപിതാവിനോട്. ഇപ്രാവശ്യവും ആരോടെന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് തൻ്റെ കുറ്റമായിരിക്കയില്ല എന്നാണ് സാംസൺ തൻ്റെ ഭാര്യാപിതാവിനോട് പറഞ്ഞത്. ഉത്തരം: ഫിലിസ്ത്യരോട്. ന്യായാധിപന്മാർ 15:4. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി. ന്യായാധിപന്മാർ 15:4. സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഉത്തരം: 300. 300 കുറുനരികളെ പിടിച്ച ന്യായാധിപൻ ആരാണ്? ഉത്തരം: സാംസൺ. കുറുനരികളെ എങ്ങനെയാണ് സാംസൺ ചേർത്ത് ബന്ധിച്ചത്? ഉത്തരം: ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത്. ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത്. ഈ 2 കുറുനരികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവർക്കിടയിൽ എന്താണ് വെച്ച് കെട്ടിയത്? ഉത്തരം: പന്തം. ന്യായാധിപന്മാർ 15:5. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ന്യായാധിപന്മാർ 15:5. ഈ 2 കുറുനരികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം കെട്ടിവെച്ചതിന് ശേഷം സാംസൺ എന്താണ് ചെയ്തത്? ഉത്തരം: പന്തങ്ങൾക്ക് തീ കൊളുത്തി. പന്തങ്ങൾക്ക് തീ കൊളുത്തിയതിനു ശേഷം സാംസൺ കുറുനരികളെ എങ്ങോട്ടാണ് വിട്ടത്? ഉത്തരം: ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക്. ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക്. ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് പന്തം കൊളുത്തി കുറുനരികളെ വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ന്യായാധിപന്മാർ 15:5 ഏത് തോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: ഒലിവ് തോട്ടം. ന്യായാധിപന്മാർ 15:6. ഫിലിസ്ത്യർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു. ന്യായാധിപന്മാർ 15:6. ന്യായാധിപന്മാർ 15:6 ആരാണിത് ചെയ്തത് എന്ന് ചോദിക്കുന്നത് ആരാണ്? ഉത്തരം: ഫിലിസ്ത്യർ. ആരാണിത് ചെയ്തതെന്ന് ഫിലിസ്ത്യർ ചോദിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ. ന്യായാധിപന്മാർ 15:7. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ന്യായാധിപന്മാർ 15:7.
ആരാണിത് ചെയ്തതെന്ന ഫിലിസ്ത്യരുടെ ചോദ്യത്തിന് അവർ ആര് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഉത്തരം ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ. സാംസൺ വയലിന് തീ വച്ചത് എന്തുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. ഉത്തരം അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട്. ഫിലിസ്ത്യർ സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും എന്തു ചെയ്തു. ഉത്തരം അഗ്നിക്കിരയാക്കി. ആരാണ് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത്. ഉത്തരം ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും വധിച്ചപ്പോൾ സാംസൺ എന്തു ചെയ്തു. ഉത്തരം ശപഥം ചെയ്തു. ന്യായാധിപന്മാർ 15:7 സാംസൺ ചെയ്ത ശപഥം എന്താണ്. ഉത്തരം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. സാംസൺ ആരോടാണ് പ്രതികാരം ചെയ്യുന്നത്. ഉത്തരം ഫിലിസ്ത്യരോട്. സാംസൺ എന്തുകൊണ്ടാണ് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യുന്നത്. ഉത്തരം തൻ്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും ഫിലിസ്ത്യർ അഗ്നിക്കിരയാക്കിയതുകൊണ്ട്. ഫിലിസ്ത്യരോട് എന്തു ചെയ്യുമെന്നാണ് സാംസൺ ശപഥം ചെയ്തത്. ഉത്തരം പ്രതികാരം. ന്യായാധിപന്മാർ 15:8 അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു. ന്യായാധിപന്മാർ 15:8. സാംസൺ ഫിലിസ്ത്യരോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്തത്. ഉത്തരം അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞുകൊണ്ട്. സാംസൺ ആരെയാണ് ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞത്. ഉത്തരം ഫിലിസ്ത്യരെ. ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിനു ശേഷം സാംസൺ എവിടെയാണ് പോയി താമസിച്ചത്. ഉത്തരം ഏത്താം പാറക്കെട്ടിൽ. ന്യായാധിപന്മാർ 15:9 അപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു. ന്യായാധിപന്മാർ 15:9. ഫിലിസ്ത്യർ എവിടെ ചെന്നാണ് പാളയമടിച്ചത്. ഉത്തരം യൂദായിൽ. യൂദായിൽ ചെന്ന് പാളയമടിച്ചത് ആരാണ്. ഉത്തരം ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചത് എപ്പോഴാണ്. ഉത്തരം സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചപ്പോൾ. ന്യായാധിപന്മാർ 15:10 നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട്. അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിനു പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ന്യായാധിപന്മാർ 15:10. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചത് ആരാണ്. ഉത്തരം യൂദായിലെ ജനം. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്ന് യൂദായിലെ ജനം ചോദിച്ചത് ആരോടാണ്. ഉത്തരം ഫിലിസ്ത്യരോട്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നത് എന്തുകൊണ്ടെന്ന് യൂദായിലെ ജനം ചോദിച്ചപ്പോൾ ഫിലിസ്ത്യർ പറഞ്ഞ മറുപടി എന്ത്. ഉത്തരം സാംസൺ ഞങ്ങളോട് ചെയ്തതിനു പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാംസണെ ബന്ധനസ്ഥനാക്കുവാൻ വന്നതാരാണ്. ഉത്തരം ഫിലിസ്ത്യർ. ന്യായാധിപന്മാർ 15:11 അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ. പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തത് എന്ത്. അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. ന്യായാധിപന്മാർ 15:11. യൂദായിലെ 3000 ആളുകൾ എവിടെയാണ് ചെന്നത്. ഉത്തരം ഏത്താം പാറയിടുക്കിൽ. ആരാണ് ഏത്താം പാറയിടുക്കിൽ ചെന്നത്. ഉത്തരം യൂദായിലെ 3000 ആളുകൾ. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ആരുടെ അടുത്തേക്കാണ് ചെന്നത്. ഉത്തരം സാംസന്റെ. ഏത്താം പാറയിടുക്കിൽ ചെന്ന യൂദായിലെ 3000 ആളുകൾ സാംസനോട് തങ്ങളുടെ ഭരണാധികാരികൾ ആരാണെന്നാണ് പറഞ്ഞത്. ഉത്തരം ഫിലിസ്ത്യർ. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ആരോടാണ് ചോദിച്ചത്. ഉത്തരം ഏത്താം പാറയിടുക്കിൽ ചെന്ന യൂദായിലെ 3000 ആളുകൾ സാംസനോട്. പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്തെന്ന് ആരോട് എവിടെ വെച്ചാണ് ചോദിച്ചത്. ഉത്തരം യൂദായിലെ 3000 ആളുകൾ സാംസനോട് ഏത്താം പാറയിടുക്കിൽ വെച്ച്. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവരും ഞാനും ആരാണ്. ഉത്തരം അവർ ഫിലിസ്ത്യരും ഞാൻ സാംസണുമാണ്. ആരോട് ചെയ്തതുപോലെ അവരോടും ചെയ്തു. ഉത്തരം ഫിലിസ്ത്യർ സാംസനോട് ചെയ്തതുപോലെ സാംസൺ ഫിലിസ്ത്യരോടും ചെയ്തു. ന്യായാധിപന്മാർ 15:12 അവർ പ്രതിവചിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. ന്യായാധിപന്മാർ 15:12.
അവർ പ്രതിവചിച്ചു. ആരോടാണ് പ്രതിവചിച്ചത്? ഉത്തരം: യൂദായിലെ 3000 ആളുകൾ സാംസനോട്. യൂദായിലെ 3000 ആളുകൾ സാംസനോട് ഏത്താം പാറയിടുക്കിൽ വെച്ച് എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം: നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്ന് യൂദായിലെ 3000 ആളുകൾ പറഞ്ഞപ്പോൾ സാംസൺ അവരോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. നിങ്ങൾ എന്ത് സത്യം ചെയ്യുക എന്നാണ് സാംസൺ യൂദായിൽ നിന്നും വന്ന ആളുകളോട് പറഞ്ഞത്? ഉത്തരം: എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. ന്യായാധിപന്മാർ 15:13 അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. ന്യായാധിപന്മാർ 15:13. യൂദായിൽ നിന്നും സാംസന്റെ അടുത്ത് വന്നവർ തങ്ങൾ എന്ത് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത്? ഉത്തരം: സാംസനെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ. സാംസനെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ. തങ്ങൾ സാംസനെ എന്ത് ചെയ്യുകയില്ല എന്നാണ് യൂദായിൽ നിന്ന് വന്ന ജനങ്ങൾ അവനോട് പറഞ്ഞത്? ഉത്തരം: കൊല്ലുകയില്ല. അവർ സാംസനെ എന്തുകൊണ്ടാണ് ബന്ധിച്ചത്? ഉത്തരം: പുതിയ 2 കയറുകൊണ്ട്. അവർ പുതിയ 2 കയറുകൊണ്ട് സാംസനെ ബന്ധിച്ച് എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? ഉത്തരം: പാറയ്ക്ക് വെളിയിൽ. പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവരപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം: സാംസൺ. ന്യായാധിപന്മാർ 15:14 അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15:14. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ എങ്ങനെയാണ് അവനെ കാണാനെത്തിയത്? ഉത്തരം: ആർപ്പുവിളികളോടെ. സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത്? ഉത്തരം: ലേഹിയിലെത്തിയപ്പോൾ. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് ആരാണ്? ഉത്തരം: ഫിലിസ്ത്യർ. ആരുടെ ആത്മാവാണ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നത്? ഉത്തരം: കർത്താവിൻ്റെ. കർത്താവിൻ്റെ ആത്മാവ്. എപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നത്? ഉത്തരം: ലേഹിയിലെത്തിയ സാംസനെ കാണാൻ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ വന്നപ്പോൾ. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. സാംസനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയായി തീർന്നു? ഉത്തരം: കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. എന്താണ് കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നത്? ഉത്തരം: സാംസനെ ബന്ധിച്ചിരുന്ന കയർ. എന്താണ് അറ്റുവീണത്? ഉത്തരം: കെട്ടുകൾ. ന്യായാധിപന്മാർ 15:15 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. ന്യായാധിപന്മാർ 15:15. ന്യായാധിപന്മാർ 15:15 അനുസരിച്ച് സാംസൺ എന്ത് കിടക്കുന്നതാണ് കണ്ടത്? ഉത്തരം: ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല. അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. ആര് എന്തുകൊണ്ടാണ് കൊന്നത്? ഉത്തരം: സാംസൺ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. സാംസൺ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം: 1000 പേരെ. എപ്പോൾ ചത്ത കഴുതയുടെ താടിയെല്ലാണ് സാംസൺ കണ്ടത്? ഉത്തരം: ആയിടെ. ആയിടെ ചത്ത കഴുതയുടെ താടിയെല്ലാണ് സാംസൺ കണ്ടത്. ന്യായാധിപന്മാർ 15:16 എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ന്യായാധിപന്മാർ 15:16. സാംസൺ എന്താണ് ഘോഷിച്ചത്? ഉത്തരം: കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ അവരെ എന്ത് ചെയ്തു എന്നാണ് ഘോഷിച്ചത്? ഉത്തരം: കൂന കൂട്ടി. എന്തുകൊണ്ടാണ് സാംസൺ അവരെ കൂന കൂട്ടിയത്? ഉത്തരം: കഴുതയുടെ താടിയെല്ലുകൊണ്ട്. കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ ആരെയാണ് കൂന കൂട്ടിയത്? ഉത്തരം: ഫിലിസ്ത്യരെ. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആരെയാണ് കൊന്നത്? ഉത്തരം: സാംസൺ 1000 ഫിലിസ്ത്യരെ. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു
എന്ന് പറഞ്ഞിട്ട് സാംസൺ എന്തു ചെയ്തു? ഉത്തരം: അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. ന്യായാധിപന്മാർ 15:17. ആ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്ന് പേര് ലഭിച്ചു. ന്യായാധിപന്മാർ 15:17. ഏത് സ്ഥലത്തിനാണ് റാമാത്ത് ലേഹി എന്ന് പേര് ലഭിച്ചത്? ഉത്തരം: സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന്. റാമാത്ത് ലേഹി എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: താടിയെല്ലിൻ്റെ മല. താടിയെല്ലിൻ്റെ മല എന്നാണ് റാമാത്ത് ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം. ന്യായാധിപന്മാർ 15:18. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? ന്യായാധിപന്മാർ 15:18. സാംസണ് വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ എന്തു ചെയ്തു? ഉത്തരം: കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. സാംസൺ എപ്പോഴാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം: വലിയ ദാഹമുണ്ടായപ്പോൾ. വലിയ ദാഹമുണ്ടായപ്പോൾ. ആരുടെ കരങ്ങളാലാണ് ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നത്? ഉത്തരം: അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ, അതായത് സാംസന്റെ കരങ്ങളാൽ അവിടുന്ന് എന്താണ് നേടിത്തന്നത്? ഉത്തരം: ഈ വലിയ വിജയം. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ ചോദിക്കുന്നത്. ഉത്തരം: അപരിച്ഛേദിതരുടെ കൈകളിൽ. അപരിച്ഛേദിതരുടെ കൈകളിൽ. ന്യായാധിപന്മാർ 15:19. ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന പേര് കിട്ടി. ന്യായാധിപന്മാർ 15:19. എവിടെ നിന്നാണ് ജലം പുറപ്പെട്ടത്? ഉത്തരം: ദൈവം തുറന്ന ലേഹിയിലെ പൊള്ളയായ ഒരു സ്ഥലത്തു നിന്നും. ദൈവം തുറന്ന ലേഹിയിലെ പൊള്ളയായ ഒരു സ്ഥലത്തു നിന്നും. ദൈവം എവിടെയാണ് പൊള്ളയായ ഒരു സ്ഥലം തുറന്നത്? ഉത്തരം: ലേഹിയിൽ. ആരാണ് ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നത്? ഉത്തരം: ദൈവം. ആരാണ് വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായത്? ഉത്തരം: സാംസൺ. ദൈവം തുറന്ന ലേഹിയിലെ പൊള്ളയായ ഒരു സ്ഥലത്തു നിന്നും പുറപ്പെട്ട ജലം കുടിച്ച സാംസന് എന്ത് സംഭവിച്ചു? ഉത്തരം: ഊർജ്ജസ്വലനായി. സാംസൺ ഊർജ്ജസ്വലനായി. ജലം പുറപ്പെട്ട ലേഹിയിലെ പൊള്ളയായ സ്ഥലത്തിന് കിട്ടിയ പേരെന്താണ്? ഉത്തരം: എൻ ഹക്കോർ. എൻ ഹക്കോർ. എൻ ഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. അപേക്ഷിക്കുന്നവൻ്റെ ഉറവ എന്നാണ് എൻ ഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം. ന്യായാധിപന്മാർ 15:20. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ന്യായാധിപന്മാർ 15:20. അത് ഇന്നും അവിടെയുണ്ട് എന്ന് ന്യായാധിപന്മാർ 15:20 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: എൻ ഹക്കോർ. എൻ ഹക്കോറിനെ കുറിച്ച്. സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം: 20 വർഷം. ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഉത്തരം: ഫിലിസ്ത്യരുടെ കാലത്ത്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 15-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.